അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തെറ്റാണ്, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളും അറിയുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സകല കാര്യങ്ങളും അറിയുന്നത് അല്ലാഹു മാത്രമാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞു വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അതുപോലെ തന്നെ അല്ലാഹു പറഞ്ഞു വഇൻദഹു മഫാതിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നത്, വേറെ ഒരാൾക്കും അറിയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ. ലാ യഅലമുഹാ ഇല്ലാഹു, അവനല്ലാതെ ഒരാൾക്കും അതറിയില്ല, അല്ലാഹുവിനല്ലാതെ വേറെ ഒരാൾക്കും അതിനെ സംബന്ധിച്ച് അറിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുബയ്യ ബിൻത് മുഅവ്വിദ് ഇബ്നു അഫ്റാ റളിയല്ലാഹു അൻഹ പറയുന്നു, അവർ ഇയാസ് ഇബ്നു ബുക്കൈർ അൽ-ലൈസി റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തതിന്റെ പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വീട്ടിലേക്ക് ചെന്നു. ഈ സമയത്ത് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് അവർ പാട്ടുപാടി. അതിലെന്ത് പറഞ്ഞു? വഫീന നബിയ്യുൻ യഅലമു മാ ഫീ ഗദിൻ, സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. വഫീന നബിയ്യുൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകനുണ്ട്, യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കി. നാളെ നടക്കുന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയില്ല എന്ന് ആരാ പറഞ്ഞത്? അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ വ്യക്തമായി വിശദീകരിച്ചു. അള്ളാഹുവും പറയുന്നു അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ ആസ്വാദനവും അതുപോലെ തന്നെ ചികിത്സയും ഒക്കെയായി പല ആൾക്കാരും പാടി നടക്കുന്ന ഒരു ബൈത്താണ് ബുർദ. ഇമാം ബൂസീരിയുടെ അല്ലെങ്കിൽ ബൂസീരിയുടെ ഇമാമല്ല ബൂസീരിയുടെ ബുർദ എന്ന് പറയുന്ന കാര്യം. അതിൽ ചില വരികൾ കാണാം. فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ എല്ലാ അറിവും അള്ളാഹു രേഖപ്പെടുത്തിയത് എവിടെയാണ്? ലൗഹുൽ മഹ്ഫൂദിലാണ്. നിങ്ങൾക്കറിയാം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും അള്ളാഹു എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബുർദയിൽ പറയുന്നു, ബൂസീരിയുടെ ബുർദയിൽ പറയുന്നു, فإن من جودك الدنيا وضرتها, ഈ ഭൂമിയും അതുപോലെ തന്നെ പരലോകവും ആഖിറവും ഒക്കെ പ്രവാചകരെ താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ്. അള്ളാഹുവാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്, അള്ളാഹുവാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. മാലികി യൗമിദ്ദീൻ, നമ്മൾ എപ്പോഴും നിസ്കാരത്തിൽ പറയും പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹുവാണ്. എന്നാൽ ബുർദയിൽ പറയുന്നു ഫഇന്ന മിൻ ജൂദിക ദുനിയ വവറതഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔദാര്യമാണ് അത്രേ അത്. അതിനുശേഷം പറഞ്ഞു വമിൻ ഉലൂമിക, പ്രവാചകന്റെ ഇൽമിൽ പെട്ട ഒരു കാര്യമാണ്. പ്രവാചകന്റെ ഇൽമു മൊത്തത്തിൽ അതല്ല, പ്രവാചകന്റെ ഇൽമിൽ പെട്ട ഒരു കാര്യമാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്ന് ബുർദയിൽ പഠിപ്പിക്കുന്നു. ഇതേത് അഖീദയാണ് സഹോദരങ്ങളെ? ഇതേത് അഖീദയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ് ഇങ്ങനെ പഠിപ്പിച്ചത്? ഇതൊരിക്കലും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്ന അഖീദ അല്ല, ഇതൊരിക്കലും ഇസ്ലാമിന്റെ അഖീദയല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ എല്ലാ കാര്യങ്ങളും അറിയുമെന്നൊരു വാദം ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അത് പ്രവാചകൻ പോലും അവിടുത്തെ ജീവിതത്തിൽ വിലക്കിയിരിക്കുന്ന ഒരു വാക്കാണ്.